ഹായ്, എസ്.എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ആരെങ്കിലുമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടണം, എപ്പോഴും നമ്മളെക്കുറിച്ച് ആലോചിക്കണം, അതായത് നമ്മളെ ഓർത്തിരിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സൺ നമ്മളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കണം, എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ അവരുടെ മൈൻഡിലുണ്ടാവണം എന്നുള്ളത് നമ്മൾ വിചാരിക്കാറുണ്ട്. സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളത് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ടോപ്പിക് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവരോട് ഡിസ്കസ് ചെയ്യാം. അതായത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നിങ്ങൾക്കും തോന്നണം, അവർക്കും തോന്നണം കേട്ടോ. അങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അത് പാതി വഴിയിൽ വെച്ച് നിർത്തുക. അതായത് പാതി വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും പറയാതെ പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി ഞാൻ പിന്നെ പറയാട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് പോകുമ്പോൾ അവരുടെ മൈൻഡിൽ അതിങ്ങനെ കിടക്കും. അയ്യോ, എന്തായിരിക്കും എൻ്റെ ബാക്കി, എന്താ പറയാണ്ടിരുന്നത്, ബാക്കി അറിയാണ്ട് ഉറങ്ങാനും പറ്റണില്ല. ഈ ഒരു സംഭവം അവർക്ക് ഫീൽ ചെയ്യണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, എന്നാലും എന്തായിരിക്കും എൻ്റെ ബാക്കി, എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഈ ഒരു കാര്യമായിരിക്കും അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇത് ചിലപ്പോൾ നിങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞു എന്ന് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതായത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും കാര്യം പറയണം എന്നാണെങ്കിൽ അത് പറയാം. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ പാതിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ സമയവും ഓർക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും എല്ലായ്പ്പോഴും അവർക്ക് ലഭ്യമാകുന്ന ഒന്നായിട്ട് നിങ്ങൾ മാറരുത് എന്നുള്ളതാണ്. അതായത് മനുഷ്യന്മാർക്ക് കുറച്ച് പ്രയാസപ്പെട്ട് കിട്ടുന്നതിനോടാണ് ഇഷ്ടം കൂടുതൽ, എളുപ്പത്തിൽ കിട്ടുന്നതിനോട് വലിയ ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവരെ എപ്പോൾ വിളിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കുന്നു, എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, നിങ്ങൾക്ക് ഒരു തിരക്കില്ല. അവരെ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ ആൾ ചില സമയങ്ങളിൽ തിരക്കൊക്കെ ആയിരിക്കും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി തരിക. അതല്ലാതെ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ രീതിയിൽ നിൽക്കരുത്. അതായത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നുമില്ല, ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും നിൽക്കാതിരിക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾ കിട്ടരുത്. നിങ്ങളുടെ സമയത്തിന് വാല്യൂ ഉണ്ട് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അതായത് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കുക. അതൊക്കെ അവരും അനുഭവിക്കണം. അപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുള്ളൂ. അതായത് കുറേ നേരം നിങ്ങൾ വിളിക്കുന്നു പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് കുറേ സമയം കഴിഞ്ഞ്, അതായത് അവരുടെ ആഗ്രഹം അത്രയും കൂടുതലായിരിക്കുമ്പോഴാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പോഴാണ് അത്രയും നേരം അവർ വെയിറ്റ് ചെയ്തിരുന്നതിൻ്റെ ആ ഒരു വില അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒന്നായിട്ട് നിങ്ങൾ മാറാതിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും സന്തോഷം മാത്രം അവർക്ക് നിങ്ങൾ കൊടുക്കരുത്. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് എന്നെ തല്ലണം എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. എപ്പോഴും സന്തോഷം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും അതായത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കാനോ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പമോ ഉണ്ടാവില്ല. കാരണം എപ്പോഴും അവർ ഭയങ്കര ഹാപ്പിയാണ്, അവരുടേതായ രീതിയിൽ അവരെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചെറിയൊരു പിണക്കവും മൗനവും ഗൗരവവും ഒക്കെ ആവാം എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴാണ് അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം, അവരോട് ചെറിയ ഗൗരവം കാണിക്കാം. ചെറുതായി ചാടി ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊരു പിണക്കമൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കും, നിങ്ങളുടെ മാറ്റം അവർ ചിന്തിക്കും, എന്താണ് ഉണ്ടായത് എന്നുള്ളത് ചിന്തിക്കും. അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് കൂടും. അപ്പോഴും നിങ്ങളിലേക്ക് കൂടുതൽ അവരടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങളെങ്ങനെ ഗൗരവവും ദേഷ്യമൊക്കെ ആയിരിക്കുമ്പോൾ ആ സമയത്തൊക്കെ അവർ നിങ്ങൾ ആലോചിക്കും, എന്ത് ചെയ്യുമ്പോഴും ആലോചിക്കും, എന്താ അവൾക്ക് പറ്റിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്താ അവനെ പറ്റിയിട്ടുണ്ടാവുക. ഈ ഒരു കാര്യം അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ ഗൗരവമൊക്കെ ആവാം, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി നാലാമത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോഴും യൂസ് ചെയ്യേണ്ടത് കുറച്ച് നല്ല രീതിയിലുള്ള ഒരു പെർഫ്യൂം ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ നോർമലി പറയാറുണ്ട് സ്മെല്ലിന് വളരെയധികം വാല്യൂ ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്ത് കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബാഡ് ആയിട്ടുള്ള സ്മെല്ലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ ഇഷ്ടപ്പെടില്ല. ഓ മൈ ഗോഡ്, ഇങ്ങനെ നമ്മൾ വിചാരിക്കും. അതായത് ഇത് എന്താ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. 2 ദിവസം കുളിക്കാതെ ഒരാൾ പോയി കഴിഞ്ഞാലൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ. എന്നാലും അങ്ങനെ നമുക്ക് എപ്പോഴും ഗുഡ് സ്മെല്ലിനോട് ഒരു ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അതാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കാണാൻ പോകുമ്പോൾ, അതായത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന
ആ ഒരു പേഴ്സണെ കാണാൻ പോകുന്ന സമയത്ത് ഒരു നല്ല സ്മെല്ലുള്ള ഒരു സ്പ്രേ നിങ്ങൾ യൂസ് ചെയ്യുക. അത് എപ്പോഴും ബെറ്ററാണ്. അപ്പം അത് ആ ഒരു സ്മെല്ല് അവരുടെ മൈൻഡിൽ എപ്പോഴും നിൽക്കും എന്നുള്ളതാണ് സൈക്കോളജി പറയണതാട്ടോ, ഞാൻ പറഞ്ഞതല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സ്മെല്ല് അത് ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ വളരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തുന്ന സ്മെല്ലുകളൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കുറച്ച് ലൈറ്റായിട്ട് സ്മെല്ലുള്ള കുറച്ച് സ്വീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പെർഫ്യൂംസ്, അത് ഭയങ്കര റേറ്റ് കൊടുത്ത് വാങ്ങണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. റേറ്റ് കുറവിലുള്ളത് വാങ്ങിച്ചാലും മതി. അങ്ങനത്തെ സ്മെല്ല്, അത്യാവശ്യം നല്ല സ്മെല്ലുള്ളത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അതിനിപ്പം വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അവരെ എപ്പോഴും നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ്. അതായത് അവരെ പിടിച്ചു നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ കുതറി ഓടുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ പോകാനായിട്ട് അവർക്ക് ഭയങ്കര ആഗ്രഹം കൂടുതലായിരിക്കും. അതായത് നിങ്ങളിൽ നിൽക്കാൻ അവർ ശ്രമിക്കില്ല, ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ അവരെ ഫ്രീ ആയിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും. അതായത് അവരെ നിങ്ങൾ എത്ര ഫ്രീ ആയി വിട്ടു കഴിഞ്ഞാലും അവരെപ്പോഴും ചിന്തിക്കുക നിങ്ങളാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്നുള്ളതായിരിക്കും. ബിക്കോസ് അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, അവരുടേതായിട്ടുള്ള സന്തോഷമുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്ത് നിർത്താതിരിക്കുക, അവർക്ക് കുറച്ച് സമാധാനവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം കിട്ടും, സമാധാനം കിട്ടും എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ എന്നൊരു പേഴ്സണെ അവർ കുറച്ചുകൂടി വിലമതിക്കുകയും നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കുകയും ചെയ്യും. സോ നിങ്ങളെക്കുറിച്ച് അവരെപ്പോഴും ചിന്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കണ്ടറിയാൻ പറ്റും. അവർ ചിലപ്പോൾ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെറിയ രീതിയിലൊരു ഗൗരവവും ദേഷ്യവും ഒക്കെ നിങ്ങൾ ഇടുകയാണ്, എപ്പോഴും അങ്ങനെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യുന്ന ഒരാളാണ് ആയിട്ട് മാറുകയാണെങ്കിൽ അവരൊരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ്. എന്താ പറ്റി എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിൽ വരും. അപ്പോൾ അവർ വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും. സോ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്കത് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ ആ ഒരാൾ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കട്ടെ, അവരുടെ ചിന്തകളിൽ നിങ്ങളെപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോ അധികം വയ്ക്കാതെ തന്നെ കാണാം. താങ്ക് യു.